മുനമ്പം സമരം അവസാനിച്ചതാണോ അതോ അവസാനിപ്പിച്ചതാണോ? ശരിയാണ്, മുനമ്പം സമരം അവസാനിച്ചിട്ടില്ല. വേണമെങ്കിൽ പറയാം, പോസ്റ്റർ അടിച്ച് CPM ഈ സമരത്തെ ഒറ്റയ്ക്കങ്ങ് അവസാനിപ്പിച്ചു എന്ന് വേണം. അതെ, മുനമ്പം സമരത്തെ ചൊല്ലി ലത്തീൻ കത്തോലിക്ക സഭയിലെ വൈദികർക്കിടയിലും അഭിപ്രായ ഭിന്നത, ആശയക്കുഴപ്പമൊക്കെ രൂക്ഷമായി തന്നെ തുടരുന്നു. അപ്പോഴും പറയുകയാണ്, മുനമ്പം സമരം തുടരുകയാണ്. അത് പറയാൻ കാരണമുണ്ട്. ലത്തീൻ കത്തോലിക്ക സഭയുടെ കോട്ടപ്പുറം അതിരൂപത നേതൃത്വത്തെ കുറ്റപ്പെടുത്തി കത്തോലിക്ക സഭയുടെ മേജർ സെമിനാരി പ്രൊഫസറും കൊച്ചി രൂപതയിലെ മുതിർന്ന വൈദികനുമായ ഫാദർ ജോഷി മയ്യാറ്റിൽ ചില കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. മുനമ്പം ഭൂസമരത്തിൽ ആദ്യം മുതൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന വൈദികനാണ് ഈ ഫാദർ ജോഷി മയ്യാറ്റിൽ. സമരം അവസാനിപ്പിച്ചത് കോട്ടപ്പുറം അതിരൂപത നേതൃത്വവും CPM-ഉം തമ്മിലുള്ള അവിഹിത ഇടപാടാണെന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ വളരെ വ്യക്തമായി കുറിച്ചിരിക്കുന്നു. ഇടവകയുടെ സെമിത്തേരി പുനരുദ്ധരിക്കാൻ വേണ്ടി തൽക്കാലം സമരം നിർത്തിവെക്കുന്നു എന്ന് കോട്ടപ്പുറം പള്ളിയിൽ കഴിഞ്ഞ ദിവസം വികാരി അച്ഛൻ അനൗൺസ് ചെയ്തതെങ്കിലും സമരം തുടരുകയാണെന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുനമ്പംകാർ ഇപ്പോഴും സമരത്തിൽ തന്നെയാണ്, താൻ അവരോടൊപ്പമാണ് എന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ വ്യക്തമായി തന്നെ പറയും. സെമിത്തേരി പണിയാൻ സമരം അവസാനിപ്പിക്കുന്നു എന്നാണ് വികാരി അച്ഛൻ പള്ളിയിൽ പറഞ്ഞതെന്നും രണ്ട് മന്ത്രിമാരും LDF MLA-യും LDF സ്ഥാനാർത്ഥിയും സമരപ്പന്തലിലെത്തിയത് സെമിത്തേരി വിപുലീകരിക്കാനാണോ എന്നും ഫാദർ ജോഷി മയ്യാറ്റിലിന്റെ പരിഹാസം. സത്യമാണ്, അത് പരമാർത്ഥമാണ്. പക്ഷേ ഒരല്പം കടുത്തുപോയി. BJP നടത്തുന്ന ആ തുടർ സമരം അത് BJP നടത്തുന്നതല്ല എന്ന് താൻ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ മറ്റൊരു വെടികൂടി പൊട്ടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്, BJP-ക്ക് ഇപ്പോൾ തുടരുന്ന മുനമ്പം സമരത്തിൽ യാതൊരു റോളുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും താൻ ഈ നിലപാടെടുക്കുന്നത്, സമരം തുടരുകയാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹം പറയും. അതിനാൽ ഈ CPM പോസ്റ്റർ വ്യക്തമാക്കുന്നത് പോലെ ചില ഞാങ്ങണകളുടെ സമരം CPM അവസാനിപ്പിച്ചു എന്ന് മാത്രമേ പറയാനാകൂ. സമരം തുടരുകയാണ്. സെമിത്തേരി പുനരുദ്ധരിക്കാൻ വേണ്ടി തൽക്കാലം സമരം നിർത്തിവെക്കുന്നു എന്ന് കോട്ടപ്പുറം കഴിഞ്ഞ ദിവസം പള്ളിയിൽ വികാരി അച്ഛൻ അനൗൺസ് ചെയ്തു. എങ്കിൽ രണ്ട് LDF മന്ത്രിമാരും ഒരു LDF MLA-യും ആ സ്ഥാനാർത്ഥിയും അവിടെ എത്തിയത് എന്തിനാണെന്ന് കൂടി വികാരി അച്ഛൻ മൈക്കിൽ കൂടി വ്യക്തമായി പറയണം എന്ന് തന്നെയാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറയും. സുപ്രധാനമായ ഒരു ചോദ്യം ഇനിയും അവശേഷിക്കുന്നു. ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും സമരവേദിയിൽ ഉണ്ടായിരുന്ന കോട്ടപ്പുറം രൂപതാധികാരികൾ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ല? ഒന്നുകിൽ രൂപതയ്ക്ക് സമരം നിർത്തിയതിനോട് യോജിപ്പില്ല, അല്ലെങ്കിൽ സമരം നിർത്തിയത് രൂപതാ കേന്ദ്രത്തിന്റെ നിർബന്ധ പ്രകാരമായതിനാൽ പ്രത്യക്ഷത്തിൽ വരാൻ കോട്ടപ്പുറം രൂപത അധികാരികൾ ആഗ്രഹിച്ചില്ല. ഈ പറഞ്ഞ രണ്ടാമത്തേത്, രൂപതാ കേന്ദ്രത്തിന്റെ നിർബന്ധ പ്രകാരം സമരം അവസാനിപ്പിച്ചതിനാൽ പ്രത്യക്ഷത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് ചിന്താശീലകർക്ക് വ്യക്തമാകും. കാരണങ്ങൾ രണ്ടാണ്. സമരം നിർത്താൻ വ്യക്തമായ കാരണങ്ങൾ നിരത്താൻ കഴിയാതെ പൊഴിഞ്ഞ ആ വികാരി അച്ഛൻ പരസ്പര വിരുദ്ധമായ പല പ്രസ്താവനകളും ഇതുവരെ നടത്തി ഒടുവിൽ പലരോടും പറഞ്ഞത് എല്ലാ പാപവും ഞാൻ ഏൽക്കുന്നു എന്നാണ്, കൈ കഴുകി ഒഴിഞ്ഞു. രണ്ടാമത്തെ കാരണം, SNDP ശാഖാ പ്രസിഡന്റ് പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നത് പോലെ ഇതുവരെ ഈ സമരത്തിൽ സജീവമായി ഉണ്ടായിരുന്ന SNDP-യുടെ അഭിപ്രായത്തെ ആ ഭൂസംരക്ഷണ സമിതി മാനിച്ചില്ല. അത് ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ ആരോപണവുമാണ്. ഡിസംബർ 17 ഹൈക്കോടതി മുനമ്പം വിഷയം വീണ്ടും വിശാലമായ വാദങ്ങൾക്കായി എടുക്കുമ്പോൾ സീനിയർ അഡ്വക്കേറ്റ് കൃഷ്ണൻ ഉണ്ണിയുടെ വാദങ്ങളുടെ പിൻബലത്തിൽ മുനമ്പത്തിന് സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കുകയും അതോടെ യഥാർത്ഥ സമരം അവസാനിക്കുകയും ചെയ്യുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഫാദർ ജോഷി മയ്യാറ്റിൽ വ്യക്തമാക്കുന്നത്. എപ്പോൾ സമരലക്ഷ്യം സാധിച്ചെടുക്കുന്നുവോ അപ്പോഴേ മുനമ്പം സമരം അവസാനിക്കൂ. അതുതന്നെയാണ് യാഥാർത്ഥ്യം. ആർജവമുള്ള സമരക്കാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഫാദർ ജോഷി. 12 വയസ്സ് മുതൽ ഫറൂഖ് കോളേജുമായുള്ള സമരത്തിൽ പോരാടിയ 77-കാരി വൃദ്ധയായ സഖാവ് ലിസി ആന്റണി ചിറയത്തലിന്റെ ജ്ഞാനം, മുനമ്പങ്കാട് ജ്ഞാനമാണ്, യുക്തിഭദ്രമാണ് ലിസിയുടെ നിലപാട്. എന്നാൽ സമരം നിർത്തിയവർക്ക് യുക്തിഭദ്രമായും കളവോ വൈരുദ്ധ്യമോ ഇല്ലാതെയും ഒരു കാര്യമോ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് ഇതിലെ ആ വൈരുദ്ധ്യത. ഭൂസമരത്തിന് നേതൃത്വം നൽകിയ SNDP അടക്കമുള്ള ഇതര സമുദായ നേതൃത്വങ്ങളോട് പോലും ഒരു കൂടിയാലോചനയ്ക്ക് നിൽക്കാതെ പൊടുന്നനെ സമരം പിൻവലിച്ചതിന് ഒരു ന്യായീകരണം ഉണ്ടായില്ല, ഇല്ല എന്ന് തന്നെയാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നത്,
ഇത് BJP സ്പോൺസേഡ് സമരമല്ല, ആയിരുന്നില്ല. ഇത് BJP അല്ല ഇപ്പോഴും ഈ സമരം കൊണ്ടുപോകുന്നത്. മുനമ്പം സമരം അവസാനിച്ചിട്ടില്ല, അത് തുടരുകയാണ്. CPM ചില പോസ്റ്റർ അടിച്ചിറക്കിയത് അവസാനിപ്പിച്ചെങ്കിൽ അത് അവരുടെ ചില ഞാങ്ങണകൾ അവസാനിപ്പിച്ചതാണ്. പക്ഷേ മുനമ്പം സമരം ഇനി തുടരും. ഡിസംബർ 17 ഹൈക്കോടതിയിൽ ഈ വിശാലമായ വാദം കേട്ട് ഹൈക്കോടതി മുനമ്പംകാരുടെ റവന്യൂ അവകാശം പൂർണ്ണമായും പുനഃസ്ഥാപിച്ച് സംരക്ഷിച്ച് ഉത്തരവിറക്കുന്നത് വരെ, അതുവരെയാണ് തങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തേണ്ടത്. ആ ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ ഈ സമരമുഖത്ത് നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മുനമ്പം സമരത്തിലെ നടുനായകന്മാരിൽ ഒരാളായ ഫാദർ ജോഷി മയ്യാറ്റിൽ വീണ്ടും വീണ്ടും പറയുന്നത്.